സർക്കാർ ഫണ്ട് മുടങ്ങിയതിനാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പലയിടത്തും മരുന്ന് വാങ്ങാനോ ജീവനക്കാർക്ക് ശമ്പളം നൽകാനോ വകയില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. 2150.3 കോടി രൂപയാണ് കുടിശ്ശിക. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിന് ഈ വർഷം ഇതുവരെ സർക്കാർ പണം നൽകിയിട്ടില്ല. പുതിയ സർക്കാർ വന്നപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ഇതുവരെയും കാര്യമുണ്ടായില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ പദ്ധതി വിഹിതം നൽകുന്നതിൽ വന്ന വീഴ്ചയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായപ്പോൾ ആരോഗ്യവകുപ്പിൽ നിന്നുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും എണ്ണം 1 നിന്ന് 2 ഉയർന്നു. കൂടാതെ ലാബുകളും വന്നു. പ്രവർത്തന സമയം 9 മണി മുതൽ വൈകിട്ട് 6 വരെയായി. ചിലർ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുമുണ്ട്. 2 ഡോക്ടർമാരുണ്ടെങ്കിലും ഇവർ ഉച്ചയ്ക്ക് 2 മണിവരെ പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. എന്നാൽ 2 മണിക്ക് ശേഷം 6 മണിവരെ സേവനം നൽകേണ്ട ചുമതല തദ്ദേശ സ്ഥാപനങ്ങൾക്കായി. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ നിയമിച്ച ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ശമ്പളം 6 മാസമായി മുടങ്ങിയിരിക്കുകയാണ്. തനത് ഫണ്ടുള്ളവർ ഒരു പരിധിവരെ പ്രതിസന്ധി തരണം ചെയ്യുന്നുണ്ട്. എന്നാൽ കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തി പരിചരണം നൽകാൻ പാലിയേറ്റീവ് നഴ്സുമാർ, ആംബുലൻസ് ഡ്രൈവർമാർ എന്നിവരെയും തദ്ദേശ സ്ഥാപനങ്ങൾ നിയമിച്ചിരുന്നു. ഇവർക്കും ശമ്പളമില്ല. 3-4 മാസത്തോളമായി ഡോക്ടർമാർക്കായിരുന്നാലും പാലിയേറ്റീവ് കെയറിൽ പരിചരിക്കുന്ന സിസ്റ്റർമാർക്കും ഒന്നും സാലറി കിട്ടാതെ അവരൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ വീട്ടുകളിലും പട്ടിണി ആണെന്നുള്ളൊരവസ്ഥയിലാണ് അവരൊക്കെ നിൽക്കുന്നത്. പഞ്ചായത്ത് നമ്മളടുത്ത് നിരന്തരം അവർ വിളിച്ച് ചോദിക്കുന്നു. പക്ഷെ ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോവുകയാണ്. പനിക്കാലമാണ്, ആശുപത്രികളിൽ വലിയ തിരക്കുമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പണം അനുവദിക്കാത്തതിന് കാരണമായി സർക്കാർ പറയുന്നത്. സഭയിൽ മറുപടി നൽകിയപ്പോൾ പണം എന്ന് നൽകുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുമില്ല. 2150.3 കോടി രൂപ കുടിശ്ശികയുണ്ട്. പലർക്കും ജോലി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ്. ഫണ്ട് ഇനിയും വൈകിയാൽ ആശുപത്രികളിലെ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രവർത്തനങ്ങളും അധിക സേവനങ്ങളും താളം തെറ്റും. ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.